അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1388, സൂറത്ത് യൂസുഫ് 67-68 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وقال യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ബനിയ, എന്റെ മക്കളെ, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ, നിങ്ങൾ മിസ്റിൽ ഒന്നിച്ചു ചെല്ലുമ്പോൾ ഒറ്റ കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കരുത്. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, വ്യത്യസ്ത വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കണം. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ, അല്ലാഹുവിൽ നിന്ന് ഒരു സംഗതിയും നിങ്ങൾക്ക് ഞാൻ ഒഴിവാക്കി തരുന്നവനല്ല. പടച്ചവന്റെ തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനൊന്നും എനിക്കാവില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി അല്ലാഹുവിന് മാത്രമാകുന്നു. അലൈഹി തവക്കൽതു, അവന്റെ മേലിൽ തന്നെയാണ് ഞാൻ ബരമേൽപ്പിക്കുന്നത്. അലൈഹി ഫല്യതവക്കൽ മുതവക്കിലൂൻ, ബരമേൽപ്പിക്കുന്നവരെല്ലാം അവന്റെ മേലിൽ തന്നെ ബരമേൽപ്പിക്കട്ടെ. വലമ്മാ ദഖലൂ മിൻ ഹൈസു അമറഹും അബൂഹും, അവരുടെ പിതാവ് അവരോട് കൽപ്പിച്ചെടുത്തുകൂടെ അവർ മിസ്റിലേക്ക് പ്രവേശിച്ചപ്പോൾ, മാ കാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ഷൈഇൻ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് ഒന്നിനെ തൊട്ടും അവർക്ക് അത് രക്ഷയുണ്ടാക്കിയതായില്ല. ഇല്ലാ ഹാജത്തൻ ഫീ നഫ്സി യാഖൂബ ഖളാഹ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്ന ഒരു ആവശ്യം, അത് വീട്ടി എന്നതല്ലാത്ത മറ്റു നേട്ടങ്ങളൊന്നും അതുകൊണ്ടുണ്ടായില്ല. വഇന്നഹു ലദു ഇൽമിൻ ലിമാ അല്ലംനാഹു, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന് നാം വിജ്ഞാനം പഠിപ്പിച്ച കാരണത്താൽ വിവരമുള്ളയാളാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷെ അധിക ആളുകളും അതറിയുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിൽ നമ്മൾ വിശദീകരിച്ചത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് മിസ്റിലേക്ക് ശാസ്ത്രീയമായ റേഷനിംഗ് സമ്പ്രദായം നടപ്പാക്കിയ ഘട്ടത്തിൽ തന്നെ പണ്ട് കൊല്ലാക്കൊല ചെയ്ത സഹോദരങ്ങൾ വരികയും അവരെ മനസ്സിലാക്കിയ യൂസുഫ് നബി അലൈഹിസ്സലാം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് തന്റെ നേരെ സഹോദരനായ ബിന്യാമീനെ കൂടി അങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും വാപ്പായുടെ അടുത്ത് പോയി, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോയി, അടുത്ത തവണ ഭക്ഷ്യധാന്യം കിട്ടണമെങ്കിൽ ബിന്യാമീനെ കൂടി വിട്ടുതരണം, അല്ലെങ്കിൽ നടക്കില്ല, നാം പട്ടിണി കിടക്കേണ്ടി വരുന്നതുകൊണ്ട് വാപ്പ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതും അവസാനം അവരിൽ നിന്ന് പ്രത്യേക കരാറ് സ്വീകരിച്ചുകൊണ്ട് ബിന്യാമീനെ കൂടി അയച്ചു കൊടുക്കാൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തീരുമാനിച്ചതുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഇനി മിസ്റിലേക്ക് അവർ ബിന്യാമീനെയും കൂട്ടി 11 മക്കളും കൂടെ പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന സമയത്ത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞൊരു സംഗതിയാണ് ഇവിടെ പറയുന്നത്. വഖാല, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ബനിയ, എന്റെ സന്താനങ്ങളെ, എന്റെ മക്കളെ, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ, നിങ്ങൾ ഒറ്റ വാതിലിലൂടെ, ഒരേ വാതിലിലൂടെ പ്രവേശിക്കരുത് മിസ്റിലേക്ക്. മറിച്ച് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കുക. വ്യത്യസ്ത വാതിലുകളിലൂടെ നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈഇൻ,
അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും നിങ്ങളിൽ നിന്ന് തടുക്കുവാൻ എനിക്കാവില്ല. കാരണം ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, വിധിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാകുന്നു. അലൈഹി തവക്കൽതു, അവന്റെ മേലിലാണ് ഞാൻ വരമേൽപ്പിക്കുന്നത്. അലൈഹി ഫല്യതവക്കൽ മുതവക്കിലും, വരമേൽപ്പിക്കുന്നവരെല്ലാം അവന്റെ മേൽ തന്നെ വരമേൽപ്പിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. ഇതാണല്ലോ നമ്മൾ വിശദീകരിക്കുന്നത്. എന്താണ് ഇപ്പൊ ഇതിന്റെ സംഗതി? വ്യത്യസ്ത വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കണം, ഒറ്റ വാതിലിലൂടെ എല്ലാവരും കൂടെ പ്രവേശിക്കരുത് എന്ന് പറയാനുള്ള കാരണം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെല്ലാം സാമാന്യം സൗന്ദര്യമുള്ളവരും നല്ല അഴകുള്ളവരും ഒന്നിച്ച് നടക്കുന്നത് കാണുമ്പോൾ ആരും ഒന്ന് നോക്കിപ്പോവുകയും ചെയ്യുന്ന ഒരു പ്രകൃതമുള്ള ആളുകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊന്നിച്ചൊരു ഗ്യാങ്ങായി, ഒറ്റ ആളെ മക്കളാണോ ഇതൊക്കെ, വല്ലാത്ത സംഗതി എന്ന് കണ്ണ് തട്ടാറില്ല നമ്മള്, ആളുകൾ കണ്ണെറിയും. അപ്പൊ ആ കണ്ണേറ് പറ്റാതിരിക്കാൻ വേണ്ടി യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, എല്ലാവരും കൂടെ ഒന്നിച്ചു ഒരേ വാതിലിലൂടെ പോണ്ട, വ്യത്യസ്ത ടൈമിൽ ഓരോരുത്തരായിട്ട് വിവിധ വാതിലുകളിലൂടെ പോയാൽ മതി. അപ്പൊ ഒരാളെ മാത്രം കാണുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കില്ല. അതേസമയത്ത് ഒരു ഗ്യാങ് ഒന്നായിട്ട് പോകുമ്പോൾ ആ ഗ്യാങ്ങിന് എന്ത് ചെയ്യും, പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പൊ അവരാണെങ്കിലോ ഒന്നിച്ച് കണ്ടാൽ വല്ലാത്തൊരു കൗതുകം തോന്നുകയും ചെയ്യും. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. യഖൂലു തആല ഇഖ്ബാറൻ യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞതായി അല്ലാഹു തആല ഇവിടെ പറയുന്നത്, ഇന്നഹു അമറ ബനീഹി, തന്റെ സന്താനങ്ങളോട് യാക്കൂബ് നബി അലൈഹിസ്സലാം കൽപ്പിച്ചു, ലമ്മ ജഹദഹും അഖീഹിം ബിന്യാമീന ഇലാ മിസ്ർ, തന്റെ സഹോദരൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരൻ ബിന്യാമീനെ കൂട്ടി അവര് ഈജിപ്തിലേക്ക് പുറപ്പെടുമ്പോൾ ആ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ലാ യദ്ഖുലു കുല്ലുഹും മിൻ ബാബിൻ വാഹിദിൻ, എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ പ്രവേശിക്കരുത്. വലിയ യദ്ഖുലു മിൻ അബ്വാബിൻ മുതഫരിഖ, മറിച്ച് വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞു. അതെന്താണ് അതിന് പറയാൻ കാരണം? ഫഇന്നഹു കമാ ഖാല ഇബ്നു അബ്ബാസിൻ മുഹമ്മദ് ഇബ്നു കഅബിൻ മുജാഹിദുൻ വല്ലഹാഖു വഖതാദത്തു വസുദ്ദിയു റളിയല്ലാഹു അൻഹും, ഈ മഹാന്മാരെല്ലാം പറഞ്ഞതുപോലെ അങ്ങനെ പറയാൻ കാരണം, ഇന്നഹു ഖശിയ അലൈഹിമുൽ ഐന, അവർക്ക് കണ്ണേറ് പറ്റുമെന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം ഭയപ്പെട്ടു. വദാലിക, അങ്ങനെ കണ്ണേറ് പറ്റാൻ എന്താ കാര്യം? അന്നഹും കാനൂ ദവീ ജമാലിൻ വഹയ്യത്തിൻ ഹസന വമൻളരിൻ വബഹാഇൻ, അവര് നല്ല സൗന്ദര്യമുള്ളവരും നല്ല കാണുമ്പോൾ ആളുകൾക്ക് കണ്ണിന് കുളിർമ തോന്നും വിധത്തിലുള്ള നല്ല പ്രൗഢിയുള്ളവരും നല്ല ചുറുചുറുക്കുള്ളവരുമായിരുന്നു അവര്. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാവരും കൂടെ ഒന്നിച്ച് ചൊല്ലുമ്പോ കാണാൻ നല്ല ചന്തമുണ്ടാകുമല്ലോ. ഫഖശിയ അലൈഹിം അൻ യുസീബഹും അന്നാസു ബിഉയൂനിഹിം, ജനങ്ങൾ അവരുടെ കണ്ണ് അവർക്കെതിരെ എറിയുമെന്ന്, അഥവാ കണ്ണേറ് തട്ടുമെന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം ഭയപ്പെട്ടു. കണ്ണേറ് തട്ടുമോ? അത് തട്ടും. കാരണം ഫഇന്നൽ ഐന ഹഖ്ഖുൻ, കണ്ണേറ് എന്ന് പറഞ്ഞത് സത്യമാണ്. തസ്തൻസിലുൽ ഫാരിസ് അൻ ഫറസിഹി, കുതിരപ്പടയാളിയെ കുതിരപ്പുറത്തുനിന്ന് താഴേക്ക് വീഴ്ത്തുന്ന ഒരു സംഗതിയാണ് കണ്ണേറ്. മനസ്സിലായോ? ഒരാൾ കുതിരപ്പുറത്തല്ല ഉഷാറിൽ ഇങ്ങനെ പോകുമ്പോ ഈ കണ്ണേറ് എന്ന് പറഞ്ഞാൽ അത് കണ്ണെറിയണ ആള്, അയാള് എന്താ ഓന്റെ പോക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയോ? ചിലപ്പോ എന്താവും, ആള് നേരെ തലകുത്തി താഴെ വീണ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് ഇബ്നു കസീർ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളടക്കമുള്ളവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാം അവരൊന്നിച്ചു പ്രവേശിക്കുമ്പോൾ കാണാൻ നല്ല ചന്തമുണ്ടാകും. ഒരേ വാപ്പാന്റെ അത്രയും മക്കളോ ഒരാൾക്കോ എന്നൊക്കെ ആളുകൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അവർ നോക്കിയാൽ ആ നോട്ടമൊക്കെ കുട്ടികൾക്ക് പ്രശ്നമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണം ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം കണ്ടെത്തി എന്നാണ്. പക്ഷേ അങ്ങനെ കാരണം കണ്ടെത്തുമ്പോഴും വിശ്വാസത്തിന് അത് തകരാറുണ്ടാക്കാൻ പാടില്ല. ഏതു കാര്യങ്ങൾ നടക്കുന്നതും യഥാർത്ഥത്തിൽ അതിന് ബാഹ്യമായ കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യമുണ്ടാക്കുന്നവൻ അള്ളാഹുവാണ് എന്ന ആ വിശ്വാസത്തിന് വിള്ളൽ വീഴാൻ പാടില്ല. അതുകൊണ്ട് ഇത് പറഞ്ഞപ്പോ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാം വിശ്വാസം ഉറപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞു, ഒമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും നേടിത്തരാൻ എനിക്കാവില്ല. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ പടച്ചോൻ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങളുടെ വിഷയത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ
ആ തീരുമാനത്തിൽ നിന്ന് ഒന്നും തടുക്കാൻ ആരെക്കൊണ്ട് പറ്റൂല? എന്നെക്കൊണ്ട് പറ്റൂല. മറിച്ച് നമ്മൾ കാരണങ്ങളുമായി ബന്ധപ്പെടണം. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു കാര്യമുണ്ടാക്കും എന്നാണ് വിശ്വസിക്കേണ്ടത്. അപ്പൊ നോക്കൂ, വമാ ഗുനിയൻകും മിനല്ലാഹി മിൻ ഷൈഇൻ, അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ തൊട്ട് ഒന്നും തടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു ഹാദൽ ഇഹ്തിറാസു, ഇത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താണ്? ലാ യറുദ്ദു ഖദറല്ലാഹി വ ഖലാഅഹു. ഹാദൽ ഇഹ്തിറാസു, ഈ സുരക്ഷിതത്വത്തിനു വേണ്ടിയുള്ള മുൻകരുതൽ, അതായത് എല്ലാവരും കൂടെ ഒരേ വാതിലൂടെ കടക്കാതിരിക്കൽ എന്ന സംഗതി. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖദറും ഖലാവും തട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പടച്ചവങ്ങൾക്ക് എന്തെങ്കിലും വരുത്താൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത വാതിലൂടെ കടന്നാലും വരാനുള്ളത് വഴി തങ്ങൂല എന്നർത്ഥം. കാരണം ഇന്നല്ലാഹ ഇദാ അറാദ ശൈഅൻ ലാ യുഖാലഫു വലാ യുമാനഉ, അള്ളാഹു എന്തെങ്കിലും തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ ചലഞ്ച് ചെയ്യാനോ ആ തീരുമാനത്തിന് എതിരിൽ നിലകൊള്ളാനൊന്നും ആരെക്കൊണ്ടും പറ്റൂല. കാരണം മിനൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ കാരണങ്ങളുമായി ബന്ധപ്പെടുക എന്ന അർത്ഥത്തിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി. അല്ലാതെ വ്യത്യസ്ത വാതിലൂടെ കടന്നാൽ പിന്നെന്ത് തട്ടൂല, കണ്ണേറ് പടച്ചോൻ തീരുമാനിച്ചാലും തട്ടൂല എന്ന അർത്ഥത്തിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അപ്പൊ ഏതു കാരണങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴും ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ റിസൾട്ടായി വരേണ്ട കാര്യം ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ് എന്ന അടിയുറച്ച വിശ്വാസത്തിന് വിള്ളൽ വരാൻ പാടില്ല, ആ വിശ്വാസത്തിന് ഭംഗം വരാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം തന്റെ മക്കളോട് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇവിടെ നമുക്ക് കണ്ണേറ് എന്ന് പറഞ്ഞൊരു സംഗതിയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പരിശോധിക്കേണ്ട ഇതുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ കണ്ണേറ് അതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ വെറുതെ എന്ത് പറയുന്നതാണ്, അന്ധവിശ്വാസം കൊണ്ട് പറയുന്നതാണ്, ആരെങ്കിലും ഒന്നാണ് നോക്കിയാൽ അതുകൊണ്ട് ഇപ്പൊ എന്ത് വരാനാണ് എന്നൊക്കെ അവനവന്റെ ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ നിന്നുണ്ടാകുന്ന പിടിവിട്ട ചിന്തകളുടെ അടിസ്ഥാനത്തിൽ പലരും നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ പറഞ്ഞിരുന്ന പല ആളുകളും ഇപ്പോ അതൊക്കെ മാറ്റിപ്പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നതുകൂടി സന്തോഷകരമായി നമുക്ക് കാണാവുന്നതുമാണ്. എന്തായാലും ശരി, നമ്മുടെ ഈ ചെറിയ യുക്തിയിലും യുക്തിയിലും ബുദ്ധിയിലും ഒക്കെ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മതത്തിൽ എന്തെങ്കിലും വിളിച്ചു പറയരുത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പൊ ആ വിഷയത്തിൽ നമ്മുടെ പുതിയ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ചുവടുമാറ്റം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും എല്ലാവരും മാറിയിട്ടില്ല, കുറെ ആളുകൾ മാറിയ ആളുകൾക്കുണ്ടായിട്ടുള്ള ചുവടുമാറ്റം എല്ലാ വിഷയത്തിലും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവൻ. പക്ഷെ ആ ഉണ്ടാക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു ചില കാരണങ്ങൾ വെക്കുന്നുണ്ടാകും. അപ്പൊ ആ കാരണങ്ങളിലൂടെ നമ്മൾ അതിൽ നിന്ന് പ്രതിരോധിക്കേണ്ടതാണെങ്കിൽ അതിനാവശ്യമായ പ്രതിരോധം നമ്മൾ സ്വീകരിക്കണം. ആ പ്രതിരോധം കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുമെന്നല്ല, ആ പ്രതിരോധത്തിനും റിസൾട്ട് നൽകുന്നവൻ അള്ളാഹുവാണെന്ന് വിശ്വസിക്കണം. അപ്പൊ തലവേദന വന്നാൽ ഒരാൾ ഒരു പെരഡോൾ കഴിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പെയിൻ കില്ലറായിട്ടുള്ള ഒരു ടാബ്ലറ്റ് കഴിക്കുന്നു. അത് കഴിക്കുന്ന സമയത്തും അയാളുടെ മനസ്സിലുണ്ടാവേണ്ട വിശ്വാസം എന്താ? അയാളുടെ മനസ്സിലുണ്ടാവേണ്ട വിശ്വാസം ഈ പെരഡോളിന് ഒരിക്കലും തന്നെ എന്റെ രോഗം മാറ്റാനുള്ള ശക്തി സ്വന്തമായിട്ടില്ല, മറിച്ച് ഈ പെരഡോളിൽ രോഗം മാറ്റുക എന്ന് പറയുന്ന ഒരു ഗുണം അള്ളാഹു സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാവൂ എന്ന് വിശ്വസിച്ചുകൊണ്ടായിരിക്കണം. അല്ലാതെ ഈ പെരഡോൾ കഴിച്ചാൽ തലവേദന മാറും, അത് പടച്ചോന്റെ സപ്പോർട്ടൊന്നും അതിന് വേണ്ട എന്നെങ്ങാനും ഒരാൾ വിശ്വസിച്ചാൽ ശിർക്ക് വരാൻ അവിടെ അത് മതി, മനസ്സിലായോ? അല്ലാതെ ശിർക്ക് എന്ന് പറഞ്ഞത് മരിച്ചോലായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നതാണെന്ന് നമ്മളെ നാട്ടിൽ ചില ഒരു തരം മാന്യ പിടിപെട്ട ആളുകൾ വിളിച്ചു പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഓരോ വിഷയങ്ങളിലേക്ക് ഇടപെടുന്ന സമയത്ത് ആ ഇടപെടുന്ന വ്യക്തിക്ക് ആ വിഷയത്തിലുള്ള നിലപാടെന്താണ്, കാഴ്ചപ്പാടെന്താണ്, അവനതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് നമ്മളിവിടെ കൃത്യമായിട്ട് ഉൾക്കൊള്ളണം. മുഫസ്സിറുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഒറ്റ ഉദാഹരണം മാത്രം ഞാനിവിടെ പറയാം. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്തിൽ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിലൊന്ന് ഈജിപ്തിലേക്ക് പുറപ്പെടാൻ സഹോദരങ്ങൾ തീരുമാനിച്ചപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം അവർക്ക് കണ്ണേറ് പറ്റുമോ എന്ന് ഭയപ്പെട്ടു. അങ്ങനെ എല്ലാവരും കൂടെ ഒരേ വാതിലൂടെ പ്രവേശിക്കണ്ട എന്ന് പറഞ്ഞു. വക്കാനത്ത് മിസ്ർ ലഹ അർബഅത്തു അബ്വാബിൻ, 4 കവാടങ്ങൾ മിസ്റിലേക്ക് പ്രവേശിക്കാനുണ്ടായിരുന്നു. അതിലേതെങ്കിലുമൊക്കെ ഓരോന്നിലൂടെ ഇങ്ങനെ വെവ്വേറെ പ്രവേശിച്ചാൽ മതി എന്ന് പറഞ്ഞു. വഇന്നമാ ഖാഫ അലൈഹിമുൽ ഐൻ, കണ്ണേറ് പേടിക്കാൻ കാരണം എന്താ? കൗനിഹിം 11 റജുലൻ ലിറജുലിൻ വാഹിദി, ഒരൊറ്റ വാപ്പാന്റെ 11 മക്കളാണ് ഒന്നിച്ചങ്ങ് ചെല്ലുന്നത്.
അപ്പൊ അതന്നെ, അതായത് ഒരാൾക്ക് ഇത്രയും 11 കുട്ടികൾ, നല്ല കരികരുത്തന്മാരായിട്ടുള്ള 11 മക്കൾ ഒരാൾക്ക് എന്ന് പറയുമ്പോൾ അതന്നെ ഒരു അത്ഭുതമായിട്ട് കാണും. അതോടൊപ്പം തന്നെ വക്കാനും അഹ്ലു ജമാലിനും കമാലിനും വബസ്തത്തിൻ, അവര് നല്ല ബോഡി ഷേപ്പുള്ളവരും അതേപോലെ തന്നെ നല്ല സൗന്ദര്യമുള്ളവരും എല്ലാ അർത്ഥത്തിലും ലക്ഷണമൊത്ത മക്കളുമായിരുന്നു. ഇന്ന് ഇബ്നു ബസ് തങ്ങളടക്കമുള്ളവർ പറയുന്നുണ്ട്, നേരത്തെ നമ്മൾ ഇബ്നു കസീറിന് ഉദ്ധരിച്ച പോലെ. ഇത് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇതാക്കാനഹാദ മാനലായത്തി, ഈ പറഞ്ഞത് അഥവാ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാരണവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് വരുമ്പോ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫയകൂനു ഫിഹാ ദലീലുൻ അല തഹറുസി മിനൽ ഐനി, കണ്ണേറിൽ നിന്ന് സുരക്ഷിതത്വത്തിന് വേണ്ട സംഗതികൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം എന്താ, വൽ ഐനു ഹഖുൻ, കണ്ണേറ് സത്യമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നൽ ഐന ലതുദ്ഖിലു റജുല അൽ ഖബർ, ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ടാക്കും കണ്ണേറ് എന്ന് പറഞ്ഞാൽ, കണ്ണേറിന് വെണ്ണീർ എന്നൊക്കെ പറയാറില്ലേ, അപ്പൊ എന്ന് പറഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാരണമായിട്ട് കണ്ണേറ് വരും. അത് നമുക്ക് മനസ്സിലാക്കാതെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ വഫീ തഅബ്ബുദിഹി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ തേടിയിട്ടുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ കാണാമല്ലോ, അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന് പറയുന്ന മന്ത്രം നബി സല്ലല്ലാഹു തങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ നബി തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്. മറ്റു പലർക്കും റസൂൽ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എന്താക്കാം, മനസ്സിലാക്കാം, മായദുല്ലു അലാ ദാലിക, കണ്ണേറിൽ നിന്ന് സുരക്ഷിതത്വത്തിനാവശ്യമായിട്ടുള്ള മുൻകരുതൽ വിശ്വാസി സ്വീകരിക്കണം. കണ്ണേർ എന്ന് പറഞ്ഞത് അന്ധവിശ്വാസമാണെന്നൊന്നും പറഞ്ഞെന്ത് ചെയ്യണ്ട, വെറുതെ ആളാവാൻ നിൽക്കണ്ട എന്ന്. എന്നിട്ടൊരു അനുഭവം പറയാണ് ഇവിടെ. എന്ത്, ഇബ്നു കസീർ തങ്ങൾ, ഇമാം ഖുർത്തുബി തങ്ങള് മഹാനായ സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് അഥവാ സഹൽ ഹുനൈഫ് എന്നവരിൽ നിന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കേട്ടു എന്നാ പറയണത്. എന്ത്, ഇഖ്തസല അബി സഹൽ ഇബ്നു ഹുനൈഫ്, എന്റെ വാപ്പ സഹൽ ഇബ്നു ഹുനൈഫ് എന്നവര് കുളിച്ചു ബിൽ ഖസാർ എന്ന സ്ഥലത്ത്, ജുഹ്ഫയുടെ പ്രദേശത്തുള്ള ഒരു ഭാഗമാണത്. അങ്ങനെ കുളിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അദ്ദേഹം ജുബ്ബ അഴിച്ചു. ആ ജുബ്ബ അഴിച്ച് എന്നത് ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗമല്ലാത്ത മറ്റു ബോഡിയുടെ ഭാഗങ്ങൾ കാണുന്ന ഒരവസ്ഥ ഉണ്ടായി. ആ അവസ്ഥ ഉണ്ടായപ്പോ ആമിർ ഇബ്നു റബിയ ആമിർ ഇബ്നു റബിയ എന്ന് പറയുന്ന ആള് എന്റെ ഉപ്പാനെ സഹൽ ഇബ്നു ഹുനൈഫിനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ വക്കാന സഹലുൻ റജുലൻ അബിയള ഹസനൽ ജിൽദി, സഹൽ ഇബ്നു ഹുനൈഫ് തങ്ങൾ നല്ല വെളുത്തിട്ടുള്ള, നല്ല സ്കിന്ന്, നല്ല തൊലിയൊക്കെ നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ കണ്ടപ്പോ ആമിർ ഇബ്നു റബിയ പറഞ്ഞു, ഒരു കന്യക സ്ത്രീക്ക് പോലും ഇത്ര നൈർമല്യമുള്ള ചർമ്മം ഉണ്ടാവൂല എന്ന അർത്ഥത്തിൽ ഒരു കമന്റ് പറഞ്ഞു. ഈ കമന്റ് പറഞ്ഞതോടുകൂടെ സഹലുൻ മക്കാനഹു വസ്തദഅഹു, പെട്ടെന്ന് ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു ഹുനൈഫ് തങ്ങൾക്ക് പനി വന്നു എന്ന് മാത്രമല്ല, പനി അങ്ങോട്ട് ശക്തമായി, ഭയങ്കര ടെമ്പറേച്ചർ, ഒരിക്കലും തന്നെ ഉണ്ടാവാൻ പറ്റാത്ത അളവിലേക്ക് ടെമ്പറേച്ചർ കൂടിയിരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ആരോ ചെന്നിട്ട് എന്ത് ചെയ്തു, സഹലിന് നന്നായിട്ട് പനിക്കുന്നുണ്ട്, അദ്ദേഹത്തിനാണെങ്കിലോ തങ്ങളെ കൂടെ വരാൻ സാധിക്കാത്ത അത്രയും പനി ഗൗരവമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ സംഭവം എന്താണ്, സഹൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ എന്നോട് ആമിർ ഇങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അസുഖം വന്നത് എന്ന്. അപ്പൊ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിറിനെ വിളിച്ചിട്ട് ചോദിച്ചു, അലാമ യഖ്തുലു അഹദുക്കും അഖാഹു, ഒരാളെങ്ങൾ എന്തിനാ അങ്ങനെ നിങ്ങളെ സഹോദരങ്ങൾ കൊല്ലാൻ നിൽക്കണം എന്തിനാ, അല്ലാ ബർറക്കത ഇന്നൽ ഐന ഹഖ്ഖുൻ, അദ്ദേഹത്തിന്റെ ആ സൗന്ദര്യം കണ്ടപ്പോ നിനക്ക് തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നോ മാഷാ അല്ലാഹ് എന്നോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വാചകങ്ങൾ പറഞ്ഞുകൂടായിരുന്നോ, അങ്ങനെ പറഞ്ഞാൽ കണ്ണേറിന്റെ ബുദ്ധിമുട്ട് വരില്ലായിരുന്നല്ലോ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ഈ ആമിർ ഇബ്നു റബീഅയോട് വുളു ചെയ്യാനും എന്നിട്ട് ആ വുളു ചെയ്ത വെള്ളം കൊണ്ട് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുടയാനും അങ്ങനെ ചെയ്തപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ വിഷമം പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു എന്നൊക്കെ ഇമാം ഖുർത്തുബി തങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ രോഗം കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിനുള്ളൊരു കാരണമാണത്. അപ്പൊ അതിൽ നിന്ന് രക്ഷ കിട്ടാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നമ്മൾ എടുക്കണം. പക്ഷേ ഏത് മുൻകരുതൽ എടുക്കുമ്പോഴും നമുക്ക് രക്ഷ തരേണ്ടവൻ അള്ളാഹുവാണ് എന്ന വിശ്വാസം നമുക്ക് ഉണ്ടാവുകയും വേണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ ഒക്കെ ധാരാളം മന്ത്രങ്ങൾ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം, അതേപോലെ തന്നെ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ
അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം മന്ത്രങ്ങൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടതുണ്ടല്ലോ. ആ മന്ത്രങ്ങളിലെല്ലാം ഇപ്പറഞ്ഞ സുരക്ഷിതത്വത്തിന് വേണ്ട സംഗതികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാൻ അള്ളാഹുൽ വരമേൽപ്പിക്കുന്നു, അള്ളാഹുൽ തന്നെയാണ് എല്ലാവരും വരമേൽപ്പിക്കേണ്ടത്. അങ്ങനെ വലമ്മാ ദഖലൂ മിൻ ഹൈസു അമറഹും അബൂഹും അവരുടെ വാപ്പ അവരോട് കൽപ്പിച്ച ഭാഗത്തുകൂടെ അവർ മിസ്റിലേക്ക് പ്രവേശിച്ചപ്പോൾ മാകാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ഷൈഇൻ അള്ളാഹുവിൽ നിന്ന് അവർക്കൊന്നും തടയാൻ അതുകൊണ്ടുണ്ടായില്ല, തടയലുണ്ടായില്ല. ഇല്ലാ ഹാജത്തൻ ഫീ നഫ്സി യാക്കൂബ ഖളാഹ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിലുള്ള ഒരാവശ്യം, ആ ആവശ്യം നടപ്പാക്കിയെന്നല്ലാതെ, ആ ആവശ്യം വീട്ടിയെന്നല്ലാതെ മറ്റൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അവര് വ്യത്യസ്ത വാതിലൂടെ കടന്നാലും അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ഈ കടത്തം കൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല. മറിച്ച് ഈ കാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ സാധാരണഗതിയിൽ പടച്ചവനിൽ തവക്കുലാക്കി മുന്നോട്ട് പോകുന്നയാള് ആ കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അള്ളാഹുത്താല കാര്യമുണ്ടാക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാക്കണം എന്ന് ചുരുക്കം. വഇന്നഹു ലദു ഇൽമിൻ ലിമാ അല്ലംനാഹു ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന് നാം വിജ്ഞാനം പഠിപ്പിച്ച കാരണത്താൽ അദ്ദേഹം വിവരമുള്ളയാളാണ്. അപ്പൊ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ കണ്ണേറ് അന്ധവിശ്വാസമല്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ് എന്ന് പറയാൻ പാടില്ല. മറിച്ച് കാരണങ്ങളുമായി നമ്മൾ ബന്ധപ്പെടണം. അപ്പൊ അത്തരം ദിക്റുകൾ, അതേപോലെ തന്നെ സുരക്ഷിതത്വത്തിനാവശ്യമായിട്ടുള്ള മന്ത്രങ്ങൾ, അതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ പുലർത്തുന്നവരാവണം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ പക്ഷെ മിക്ക ജനങ്ങളും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ വൈജ്ഞാനിക വൈപുല്യത്തെ സംബന്ധിച്ച് അറിവില്ലാത്തവരാണ് എന്നുകൂടി യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിവരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചൊന്നും അറിയില്ലായിരുന്നു എന്ന അർത്ഥത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നവരില്ലേ, ഈ ആയത്ത് അവർക്കെല്ലാം മറുപടിയാണ്. അള്ളാഹു നമുക്ക് നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.